ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ മോർണിംഗ്. രാവിലെ തന്നെ പിള്ളേർക്കുള്ള പാലിൻ്റെ കാർട്ടൺ എടുത്തപ്പോഴത്തേക്ക് അതിന് ചെറുതായിട്ടൊരു വളവ്, അത് നേരെ നിൽക്കുന്നില്ല. അത് സ്റ്റാൻഡിൽ എങ്ങനെയൊക്കെയോ നേരെ വെച്ചിട്ട് പിള്ളേർക്കുള്ള പാലും ബോട്ടിൽ സ്റ്റെറിലൈസേഷനും എൻ്റെ കോഫിയുടെ പരിപാടികളും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ രാവിലെ കണ്ണ് തുറക്കുന്നത് തന്നെ 10 മണിക്കായതുകൊണ്ട് പിന്നീട് ഈ പാല് കാച്ചി തിളപ്പിച്ച് തണുപ്പിച്ചൊന്നും എടുക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ പൗഡറും ഷുഗറും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ പാൽ ആഡ് ചെയ്ത് അപ്പോഴത്തേക്ക് അതൊരു പരുവം ചൂടാവുമല്ലോ. വിശപ്പിനൊരു തടയിടാനായിട്ട് ഫസ്റ്റ് 2 പേർക്ക് ഇതങ്ങ് കൊടുക്കും. എന്നിട്ട് എൻ്റെ കോഫി കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ഡലിയാണ് പ്ലാൻ ചെയ്യുന്നത്. അമ്മ രാവിലെ തന്നെ കുറച്ച് ചെമ്മീനും ചെറിയ നെത്തോലിയും 2-3 മുരിങ്ങക്കോലും പച്ചമാങ്ങയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കോഫി ഇട്ട് കഴിയുമ്പോൾ തന്നെ ആകെ വേർത്തൊരു പരുവാവും. എന്താ അല്ലേ? ഇന്നലെ ഇവിടെ കുറച്ച് മഴ, കുറച്ചെന്നല്ല നല്ല അത്യാവശ്യം മഴ രാത്രി പെയ്തിരുന്നു. പക്ഷെ രാവിലെ സ്ഥിതി വീണ്ടും പഴയതുപോലെ തന്നെ. ഇഡ്ഡലിത്തട്ടിൻ്റെ അകത്തിരിക്കുന്നതാണ് കൊണ്ട് അടുക്കളയിൽ നിൽക്കുമ്പോഴേക്ക് ജനൽ തുറന്നിട്ടാൽ എനിക്ക് കാറ്റിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഞാൻ വെച്ച് ഈ ഒരു ഫാൻ ഇടുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഫ്ലെയിമിനൊരു വളവ്, അതുകൊണ്ട് തന്നെ ഫാൻ ഫുൾ ടൈം അങ്ങോട്ട് ഇട്ട് വെക്കാനും പറ്റുന്നില്ല. വെറുതെ ഒരു തട്ടിൽ എണ്ണ തേച്ചു. ഉള്ള മാവ് കറക്റ്റായിട്ട് 3 തട്ടിൽ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ചമ്മന്തി അരയ്ക്കാം. ഞാൻ തേങ്ങ തിരികെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ വലിയ കഷ്ണങ്ങളൊക്കെ തേങ്ങയുടെ ബോക്സിലാണ് കിടക്കുന്നത്. വെള്ള ചമ്മന്തിയല്ലേ, അപ്പോൾ അതൊക്കെ വന്നാൽ കറുപ്പ് പൊട്ട് വീഴും എന്ന് കരുതിയിട്ട് ഇളക്കി എടുത്ത തേങ്ങയുടെ പീസുകളൊക്കെ മാറ്റിയിട്ട് തേങ്ങയും ചെറിയുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഞാൻ വൈറ്റ് ചട്നിക്ക് അരച്ചെടുക്കുക. വൈറ്റ് ചട്നിയിൽ പുളി ചേർക്കാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു ഇത്തിരി പുളി ചേർക്കാറുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് അരച്ച് വെച്ച ചമ്മന്തിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചമ്മന്തി ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്തു. ചമ്മന്തി ഒന്ന് ചൂടായിട്ട് വന്നാലും മതി, തിളച്ചാൽ അത് കൊള്ളത്തില്ലായിരിക്കും. ഇഡ്ഡലിയൊക്കെ നല്ല പൂ പോലെ ഇളകി വന്നിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് സൗണ്ടിൻ്റെ പ്രശ്നം പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു മൈക്ക് പരീക്ഷണാർത്ഥം ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, മൈക്കിലൂടെയുള്ള എൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും മൈക്ക് റിട്ടേൺ ചെയ്തിട്ട് ഇതുപോലെ തന്നെ സംസാരിക്കും. എന്തായാലും മൈക്ക് വരട്ടെ, നമുക്ക് നോക്കാം. അമ്മയ്ക്കും നിലൂനുമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഇഡ്ഡലിയും ചമ്മന്തിയായിട്ട് എടുത്ത് കൊടുത്തു. ഞാനും കുക്കു സാറും കൂടെ ഈ ഒരു പാത്രത്തിൽ കഴിച്ചു. നിലൂനും ഒന്ന് പുഷ്ടിപ്പെട്ടൊക്കെ വരണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.